സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ അടിയന്തര യോഗം ചേർന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. KSEBയും റെഗുലേറ്ററി കമ്മീഷനും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച. യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കാം. നിലവിലെ വൈദ്യുത പ്രതിസന്ധി മറികടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം യോഗത്തിൽ ഉണ്ടാവുക. നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ അധിക വൈദ്യുതി വാങ്ങാനുള്ള അനുമതി നൽകിയിരുന്നെങ്കിലും ആ വൈദ്യുതി വാങ്ങൽ കൂടി നടപ്പിലായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൈദ്യുതി വാങ്ങൽ ഉണ്ടാകുമോ, അതുകൊണ്ട് തന്നെ ലോഡ് ഷെഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇപ്പോൾ ചേരുന്ന ഈ യോഗവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ചർച്ചയാവുക? ജിൽസിൻ, നേരത്തെ തന്നെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും ഒപ്പം തന്നെ സർക്കാരും തമ്മിൽ, പ്രത്യേകിച്ച് വൈദ്യുതി വകുപ്പും തമ്മിൽ വലിയ തർക്കമാണ് നിലനിൽക്കുന്നത്. അത് നേരത്തെയൊക്കെ കണ്ടതാണ്. അതിന് ഇടയിലാണ് നിലവിൽ വൈദ്യുതി അധികമായി പുറത്തുനിന്ന് വാങ്ങാനുള്ള അനുമതി റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരിന് നൽകിയത്. പക്ഷേ അധിക വൈദ്യുതി വാങ്ങുന്നത് അത് കൂടുതൽ ചെലവ് ഉണ്ടാക്കും. ഒപ്പം തന്നെ ഈ ഉപഭോക്താക്കൾക്ക് സെസ് ഉൾപ്പെടെ ചുമത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നത് പരിഗണിച്ചാണ് നിലവിൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം വൈദ്യുതി വകുപ്പ് അത്തരം തീരുമാനമായി കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടത്. എന്തായാലും അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ത് തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും നിയന്ത്രണം ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഈ പ്രഖ്യാപിക്കാതെ തന്നെയുള്ള നിയന്ത്രണങ്ങൾ തുടരുകയുമാണ് ചെയ്യുന്നത്. കൂടുതൽ വൈദ്യുതി വാങ്ങി ഈ നിയന്ത്രണം ഒഴിവാക്കണമോ, അല്ലെങ്കിൽ 2-3 ദിവസം ഈ വേനൽ മഴക്കായി കാത്തിരുന്ന് മറ്റു തരത്തിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം വന്നാൽ അത് ഒഴിവാക്കണമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. അപ്പോഴും ഈ വൈദ്യുതി വാങ്ങുന്നതും നേരത്തെ തന്നെ വൈദ്യുതി സംഭരിക്കാത്തതുമായ വിഷയം നിലവിലുണ്ട്. അതാണ് വൈദ്യുതി വകുപ്പിനെതിരെ ഉള്ള വിമർശനം എന്ന് പറയുന്നത്. അതായത് ആവശ്യത്തിനുള്ള വൈദ്യുതിയും അണക്കെട്ടുകളിലെ ജലവുമൊക്കെ നിജപ്പെടുത്തേണ്ടതായിരുന്നു, അത് ആവശ്യത്തിന് കരുതി വെക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു വിമർശനമാണ് നിലവിൽ എന്തായാലും ഉയർന്നിട്ടുള്ളത്. അതിനിടയിൽ നടക്കുന്ന ഈ യോഗം അത് ഏറ്റവും പ്രധാനമാകുന്നതും ഈ ഒരു വിഷയങ്ങളിൽ തന്നെയാണ്. എന്തായാലും നേരത്തെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ ഉൾപ്പെടെ വൈദ്യുതി വകുപ്പിനെതിരെ ഉന്നയിച്ച വിമർശനം എന്ന് പറയുന്നത് ആവശ്യമായ മുൻകരുതലുകൾ എടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഉള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തുടർന്നു വന്ന സാഹചര്യത്തിൽ നിലവിൽ എന്തായാലും ഇങ്ങനൊരു നിയന്ത്രണത്തിലേക്ക് സർക്കാരിന് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അതാണ് LDF നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ഉയർത്തിയത്. ഒരു കാരണവശാലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അവകാശവാദമായി ഉന്നയിച്ചിരുന്നത്. എന്തായാലും അത്തരത്തിലുള്ളൊരു അവകാശവാദത്തിൽ നിന്ന് മാറി ഒരു വൈദ്യുതി നിയന്ത്രണത്തിലേക്ക്, അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് എന്നുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇത്തരം നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുള്ള നിയന്ത്രണങ്ങൾ, ഒപ്പം തന്നെ ശേഖരിച്ചു വെക്കാത്തതിലെ ഒരു അതിലുണ്ടായ വീഴ്ച, അതൊക്കെയാണ് കാരണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിനിടയിലാണ് നിലവിൽ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചർച്ച നടത്തുന്നത്.